ഒരു കാര്യം എനിക്ക് മനസ്സിലാവാത്തെന്ന് പറഞ്ഞാൽ ഹിന്ദു മെജോറിറ്റി ഉള്ള സ്ഥലങ്ങളിൽ ഹിന്ദുക്കൾ ഇലക്ഷനിൽ നിന്ന് ജയിക്കുമ്പോൾ അത് വർഗീയതയും, ഇപ്പം മുസ്ലിങ്ങൾ മെജോറിറ്റി ഉള്ള ഏരിയാസ് സച്ച് ആസ് മലപ്പുറം 66% ആയിട്ട് മുസ്ലിംസ് ആണ്. ഹൈദരാബാദ് ഒരു ഏരിയ, OIC ഭരിക്കുന്ന ഒരു ഏരിയയിൽ, OICന്റെ പാർട്ടി ഭരിക്കുന്ന ഒരു ഏരിയയിൽ അപ്രോക്സിമേറ്റ്ലി 50+% മുസ്ലിംസ് ഉണ്ട്. പിന്നെ കാശ്മീർ, ഇവിടെയല്ലോ മുസ്ലിം സ്ഥാനാർത്ഥികളോ അല്ലെ മുസ്ലിം ഇസ്ലാം പ്രതിനിധാനം ചെയ്യുന്ന കുറച്ച് പൊളിറ്റിക്കൽ പാർട്ടീസ് ഉണ്ട്. മുസ്ലിം ലീഗിന്റെ, OICന്റെയും പിന്നെ ഒമർ അബ്ദുള്ളന്റെ എല്ലാം പാർട്ടി ഉണ്ട്. അവരല്ലാണ്ട് വേറൊരാളും ജയിക്കൂല. പക്ഷേങ്കിൽ ഹിന്ദു മെജോറിറ്റി ഉള്ള സ്ഥലത്ത് BJP ജയിക്കുമ്പോൾ, അല്ലെങ്കിൽ BJP ഒരു കംപ്ലീറ്റ് വർഗീയ ബാധ്യത, ഭാരത് ജനതാ പാർട്ടി എന്നല്ലെങ്കിൽ ഹിന്ദു ജനതാ പാർട്ടി എന്നല്ല അതിൻ്റെ അടുത്തുള്ളത്. പക്ഷെ ഈ BJP ജയിക്കുമ്പോൾ അതെങ്ങനെ അത് വർഗീയതയാന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാകുന്നില്ല. ഹിന്ദുക്കൾക്കും ക്രിസ്ത്യൻസിനും എന്താ യുണൈറ്റിയോ അല്ലെങ്കിൽ യൂണിഫൈഡ് ആയിട്ടോ അല്ലെങ്കിൽ അവർക്ക് അവരുടെ കമ്മ്യൂണിറ്റിൻ്റെ അടുത്ത് നിന്ന് വോട്ട് മേടിക്കാനുള്ള അവകാശം ഇല്ല ഇന്ത്യയിൽ? എൻ്റെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഡൗട്ടാണ്. ആർക്കെങ്കിലും ഉത്തരം ഉണ്ടെങ്കിൽ പറയാം.